തീവണ്ടിയിലെ ക്ലാസ് മുറി. ടോട്ടോച്ചാൻ തലേന്ന് മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ തീവണ്ടി മുറിയുടെ വാതിൽക്കലെത്തി. സ്കൂൾ വിജനമായിരുന്നു. മറ്റാരും വന്നെത്തിയിട്ടില്ല. പഴയ മട്ടിലുള്ള ഒന്നായിരുന്നു തീവണ്ടി. പുറത്തെ വാതിൽ പിടി അതുപോലെ തന്നെയുണ്ട്. 2 കൈയും കൊണ്ട് പിടിച്ച് തിരിച്ചാൽ വാതിൽ വലത്തേക്ക് തുറക്കാം. വാതിൽപ്പാളി തള്ളി തുറന്ന് ആകാംക്ഷയോടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. ഹായ് ഹായ്, ഇവിടെ ഇരുന്നുള്ള പഠനം തീരാത്ത ഒരു തീവണ്ടി യാത്ര പോലെ തന്നെയായിരിക്കും അവൾ വിചാരിച്ചു. ജനാലകൾക്ക് മുകളിലെ ലഗേജ് റാക്കുകൾ തീവണ്ടിയിലേതുപോലെ തന്നെ. നേരിയ ചില വ്യത്യാസങ്ങൾ മാത്രം. കമ്പാർട്ട്മെന്റിന് മുന്നിലായി ഒരു ബ്ലാക്ക് ബോർഡ്. പിന്നെ മുഖാമുഖമുള്ള നീളൻ സീറ്റുകൾക്ക് പകരം ബോർഡിന് അഭിമുഖമായ ഡെസ്കുകളും കസേരകളും. നിന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള കൈപ്പിടി ഇല്ല. മറ്റെല്ലാം ശരിക്കും തീവണ്ടി മാതിരിയുണ്ട്. അവൾ ഉള്ളിൽ കടന്ന് മുന്നിൽ കണ്ട ഒരു സീറ്റിൽ ഇരിപ്പ് പിടിച്ചു. പഴയ സ്കൂളിലേതുപോലെ തന്നെ തടിക്കസേരയാണ്. പക്ഷേ കൊച്ചു ടോട്ടോയെ പോലെ ഒരാൾക്ക് പകല് മുഴുവനും യാതൊരു വിമിഷ്ടവുമില്ലാതെ സുഖകരമായി ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിടമാണ്. വളരെ സൗകര്യപ്രദമായ കസേര. പുതിയ സ്കൂൾ അവളുടെ ഹൃദയത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ടോട്ടോച്ചാൻ നിറഞ്ഞു സന്തോഷിച്ചു. എന്നും സ്കൂളിൽ വരണം, അവധിയേ വേണ്ട, അവൾ സ്വയം തീരുമാനിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് സംശയമായി. ട്രെയിൻ അനങ്ങുന്നുണ്ടോ? തീവണ്ടി പള്ളിക്കുടം നിശ്ചലമായി നിൽക്കുകയാണെന്ന കാര്യമൊക്കെ ടോട്ടോച്ചാൻ അറിയാം. പക്ഷേ സ്കൂൾ മൈതാനത്തെ മരച്ചില്ലകളും പൂനിരകളും ഇളം കാറ്റിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കും അവൾക്ക് ട്രെയിൻ ഇളകുന്നു എന്ന് തന്നെ തോന്നി. ഹായ് ഹൂയ്, എന്ത് രസമാണ് ഈ തീവണ്ടി സ്കൂള്! ആർത്തു വിളിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജനലഴികളിൽ മുഖമൊരുമിക്കൊണ്ട് അവൾ ദ്രുതഗതിയിലൊരു പാട്ടുണ്ടാക്കി. മതിമറന്ന് ആഹ്ലാദിക്കുമ്പോഴെല്ലാം താൻ ചെയ്യാറുള്ളത് പോലെ കുഞ്ഞു ശബ്ദത്തിൽ ടോട്ടോച്ചാൻ പാടി. ഹായ് ഹൂയ്, എന്തു രസം, എന്തു രസം, ഹായ് എന്തു രസം, എന്തിനാ നിനക്കിത്ര രസം, അതേ. അത്രയുമായപ്പോഴേക്കും ആരോ ഉള്ളിലേക്ക് കടന്നു വന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. അവൾ തന്റെ ബാഗ് തുറന്ന് നോട്ട്ബുക്കും പെൻസിലും പുറത്തെടുത്തു. അവ തന്റെ ഡെസ്കിൽ വെച്ച ശേഷം കാൽ വിരലിന്മേൽ നിന്ന് കൈയെത്തി സ്കൂൾ ബാഗ് ലഗേജ് റാക്കിൽ നിക്ഷേപിച്ചു. പിന്നാലെ ഷൂ ബാഗും. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ടോട്ടോച്ചാൻ പെട്ടെന്ന് പാട്ട് നിർത്തി എഴുന്നേറ്റ് ദ്രുതഗതിയിൽ അവളും അത് തന്നെ അനുകരിച്ചു. അപ്പോഴേക്കും ഒരു ആൺകുട്ടി വന്നു. അവൻ വാതിൽക്കൽ തന്നെ നിന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് മട്ടിൽ ബാഗ് റാക്കിനെ ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറ്. അതാ കിടക്കുന്നു അവന്റെ ബാഗ് താഴെ. റാക്കിന്റെ വക്കിൽ തട്ടി ബാഗ് ലക്ഷ്യം തെറ്റിയാണ് താഴെ വീണത്. ഏയ്, ശരിയായില്ല. സ്വയം പഴിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് നിന്ന് തന്നെ വീണ്ടും അവൻ ലക്ഷ്യം പിടിച്ചു. ഇത്തവണ ബാഗ് റാക്കിലെത്തി. ഹായ് ഉഗ്രനേറോ! അവൻ സ്വയം ശബ്ദമുയർത്തി വിജയം ആഘോഷിച്ചു. ഷോ, ഇല്ലില്ല, ശരിയായില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ അവന് പറഞ്ഞത് തിരുത്തേണ്ടി വന്നു. കാരണം നോട്ട്ബുക്കും പെൻസിലും ബാഗിനുള്ളിലാണ്. അവൻ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് റാക്കിന്റെ ഉൾവശത്ത് കിടക്കുന്ന ബാഗ് തുറക്കാനുള്ള ശ്രമമായി. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. ഇന്നത്തെ ഏറ് ശരിയായില്ല, അവൻ സ്വയം പിറുപിറുത്തു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി 9 പേർ തീവണ്ടി മുറിയിലെത്തി. ആ 9 പേർ ചേർന്നതാണ് ടോമോ ഗക്വാനിലെ 1-ാം സ്റ്റാൻഡേർഡ്. ഒരേ തീവണ്ടിയിലെ 9 സഞ്ചാരികൾ അങ്ങനെ തുടങ്ങുകയായി. ടോട്ടോയുടെ വിചിത്രമായ സ്കൂൾ ക്ലാസ് വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം.